ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് പുതിയ സബ്സിഡി പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ 2 വർഷത്തേക്ക് 10,900 കോടിയുടെ പദ്ധതിയാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ എന്നാണ് പദ്ധതിയുടെ പേര്. ഇതോടൊപ്പം ഇ ബസ് പദ്ധതിക്ക് 3,435 കോടിയും അനുവദിച്ചിട്ടുണ്ട്. ബസ്സുകൾ, ആംബുലൻസുകൾ, ട്രക്കുകൾ എന്നിവയുൾപ്പെടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരത്തിൽ 14,335 കോടി രൂപയുടെ 2 പദ്ധതികൾക്കാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രോത്സാഹനത്തിനായുള്ള ഇ ഡ്രൈവ് പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് വൈദ്യുത വാഹനങ്ങൾക്കുള്ള ആനുകൂല്യം തുടരാൻ 10,900 കോടി രൂപയുടെ പദ്ധതിയാണ് ഇ ഡ്രൈവ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 14,028 ഇലക്ട്രിക് ബസ്സുകൾക്ക് കിലോവാട്ടിന് 10,000 രൂപ എന്ന നിലയിൽ ആനുകൂല്യം നൽകുവാനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇലക്ട്രിക് 2 വീലറുകൾ, 3 വീലറുകൾ, ഇലക്ട്രിക് ആംബുലൻസുകൾ, ഇലക്ട്രിക് ട്രക്കുകൾ തുടങ്ങിയവയ്ക്ക് സബ്സിഡി ഉറപ്പാക്കുന്നതിനായി 3,679 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 24.79 ലക്ഷം 2 വീലറുകൾ, 3.16 ലക്ഷം 3 വീലറുകൾ, 14,028 ബസ്സുകൾ എന്നിവയ്ക്കാണ് ആനുകൂല്യം ലഭിക്കുക. രാജ്യത്തിന്റെ വിവിധ മേഖലകളിലായുള്ള 88,500 ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് 100% സഹായം ഉറപ്പാക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇ ബസ് പദ്ധതി അനുസരിച്ച് 169 നഗരങ്ങളിൽ 38,000 ഇ ബസ്സുകൾക്ക് സഹായം നൽകുന്നതിനായി 3,435 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഫെയിം പദ്ധതിക്ക് പകരമായിരിക്കും ഇ ഡ്രൈവ് പദ്ധതി ആരംഭിക്കുന്നതെന്നാണ് വിലയിരുത്തലുകൾ. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹനം ഉറപ്പാക്കുന്നതിനായി 2015 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ഫെയിം പദ്ധതി ഇക്കഴിഞ്ഞ മാർച്ച് മാസം വരെ പ്രാബല്യത്തിലുണ്ടായിരുന്നു. ഇലക്ട്രിക് പദ്ധതികളുടെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിന് ആധാർ അധിഷ്ഠിത ഇ വൗച്ചർ കൊണ്ടുവരും. വാഹനം വാങ്ങുമ്പോൾ മൊബൈൽ ഫോണിൽ വൗച്ചർ ലഭിക്കും. വാർത്തയുടെ നിറം തേടി തനി നിറം.